ഹായ് ഹലോ നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുകയും ചെയ്യണേ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഉച്ചയൂണ് തയ്യാറാക്കാം. ഇപ്പോൾ സമയം ഒരു 11:30 ആയിട്ടുണ്ട്. അപ്പോൾ ചോറ് രാവിലെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കറി വെക്കാനായിട്ട് ചാള മീനും കൊഞ്ചും ഇരിപ്പുണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്കൊന്ന് കറി വെക്കണം. അപ്പോൾ തോരനും അങ്ങനെയൊന്നും വെക്കുന്നില്ല. അപ്പോൾ അതെല്ലാം ഞാൻ വെട്ടി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇനി മീൻ കറി വെക്കാനായിട്ട് ഉള്ളിയും അതൊക്കെ അമ്മ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് കറി വെക്കാം. അതിനു വേണ്ടി ആദ്യം തന്നെ ചട്ടി അങ്ങ് അടുപ്പത്തോട്ട് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്. ഇവിടെ നമ്മൾ എല്ലാത്തിനും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. സൺഫ്ലവറോ അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടുമ്പോഴത്തേക്കും കുറച്ച് ഇഞ്ചി ചതച്ച് വെക്കാനുണ്ട്. അപ്പോൾ ആ ഇഞ്ചി എടുത്ത് ഞാനൊന്ന് വൃത്തിയാക്കി അതൊന്ന് ചതച്ചെടുക്കുക. അപ്പോഴത്തേക്കും കടുക് പൊട്ടി. കറിക്ക് വേണ്ടിയിട്ടുള്ള തുള്ളി, സവാളയും പച്ചമുളക്, തക്കാളി ഇതെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഇഞ്ചി മാത്രമേ ഉള്ളായിരുന്നു ചതച്ച് വെക്കാനുള്ളത്. അപ്പോൾ അപ്പോഴത്തേക്ക് കടുക് പൊട്ടി വന്നപ്പോൾ സവാള ചേർത്ത് കൊടുത്ത്. ചെറിയ ഉള്ളി ചേർക്കുന്നതിന് കൂടുതൽ ടേസ്റ്റ്. പക്ഷേ ഇന്ന് ഞാൻ എളുപ്പത്തിന് വേണ്ടി സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സവാള ചേർത്ത് അതൊന്ന് വഴണ്ടി വരുമ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചതും കൂടെ ചേർത്ത് പച്ചമുളകും കീറിയിട്ട് നന്നായിട്ട് വഴറ്റണം. ഉള്ളി ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി എടുക്കണമേ. ഇനി അതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ കറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് ഗ്യാസിൻ്റെ അടുത്തോട്ട് വെച്ചിരിക്കുക. കറിക്ക് വേണ്ടി ഞാൻ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം കൂടി ഇരുമ്പേട്ടിക്കകത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കുഴച്ച് വെച്ചിരിക്കുകയാണേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല അരപ്പിച്ചിരി കൂടുതൽ കിട്ടും, നല്ല കുറുകിയിരിക്കുകയും ചെയ്യും. അതിന് വേണ്ടിയാണ്. മീൻകറി തന്നെ ഒരുപാട് സ്റ്റൈലിൽ വെക്കാറില്ലേ? ഓരോ സ്ഥലത്തും ഓരോ രീതിയിലല്ലേ വെക്കുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ ഇതേ കണക്ക് വെക്കാറുണ്ട്. നമ്മളല്ലാതെ തേങ്ങ അരച്ചും മുളക് പൊടി എല്ലാം കൂടി എണ്ണയിൽ മൂപ്പിച്ച് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് നമുക്ക് കുറച്ച് അരപ്പ് കൂടുതൽ കിട്ടും. അതിന് വേണ്ടിയാണ്. അപ്പോഴത്തേക്കും ഈ സവാള ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നേ. അപ്പോൾ അതിനകത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഒന്നും കൂടെ മൂപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് പിന്നെ കുറച്ച് വടക്കംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ പുളിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കണം. അപ്പോൾ കറി ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ പുളിയും ഉപ്പും എല്ലാം കൂടെ ഒന്ന് ഇറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനും കൂടെ അതിനകത്തിട്ട് ചെറുതീയിൽ നന്നായിട്ട് വേവിക്കുക. എന്ന് വെച്ചാൽ ഈ മീനിനകത്ത് പുളിയും ഉപ്പും എല്ലാം കൂടെ പിടിച്ച് കറി ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് പച്ച വെളിച്ചെണ്ണയൊക്കെ മുകളിൽ ഒഴിക്കുന്നവരുണ്ട്. പക്ഷേ ഇപ്പോൾ എണ്ണ ഒഴിച്ച് ഇതെല്ലാം മൂപ്പിച്ചതുകൊണ്ട് ഇനി പ്രത്യേക എണ്ണയായിട്ട് അങ്ങനെ ഒഴിക്കുന്നില്ല. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കറി ഇറക്കി വെച്ച് ചാളയും മത്തിയൊക്കെ ഇങ്ങനെ കറി വെച്ചാൽ നന്നായിരിക്കുമേ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചീനി വേവിച്ചതും ചാളക്കറിയും ചാള വറുത്തതൊക്കെ നല്ല കോമ്പിനേഷനല്ലേ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ചാള വറുക്കുന്നതൊന്നുമില്ല, വാങ്ങിക്കൊണ്ട് വന്നാൽ അതെല്ലാം കറിയാണ് വെച്ചത്. അപ്പോൾ ചീനിയില്ല. ഇന്ന് സാധാരണ ഒരൂണാണ്. നമ്മൾ മിക്കവാറും ചീനി മേടിക്കാറുണ്ട്. ഇവിടെ ഞായറാഴ്ച ദിവസങ്ങളിലാണ് മേടിക്കുന്നത്. അപ്പോൾ ഇന്ന് ചാളക്കറി മാത്രമാണ് വെച്ചത്, മീൻ വറുത്തിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് കൊഞ്ചിരിപ്പുണ്ട്, അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള നന്നായിട്ട് മൂപ്പിക്കണേ. സവാള ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് വീണ്ടും ഒന്നും കൂടെ വഴറ്റിയെടുക്കണം. ചിലവർ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ആദ്യമേ ഇടും. പക്ഷേ ഞാൻ സവാള ഒന്ന് വഴണ്ടി വരുമ്പോഴാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി തക്കാളി ഒന്ന് ഉടഞ്ഞ് വരുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടെ ചേർത്ത് നന്നായിട്ട് വേവിക്കണം. എന്നുവെച്ചാൽ വെള്ളം ഒഴിക്കേണ്ട. ഈ സവാളക്കകത്തൊക്കെ കിടന്ന് നന്നായിട്ട്
ഒന്ന് വേവിച്ചെടുത്താൽ മതി. കൊഞ്ചിനകത്ത് അത്യാവശ്യം വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ കിടന്ന് അതങ്ങ് വാടിക്കോളും. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ആ കൊഞ്ചും സവാള എല്ലാം കൂടെ ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ പൊടികളായിട്ട് ചേർക്കുന്നതെന്ന് വെച്ചാൽ മുളക് പൊടി, കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഇച്ചിരി കൂടുതൽ ചേർത്തിട്ടുള്ളതെന്ന് വെച്ചാൽ കുരുമുളക് പൊടിയാണ്. എന്നിട്ട് ഇത്തിരി മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട്, നമ്മുടെ ഗരം മസാല, അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് എത്ര വറ്റിക്കണം, ഒത്തിരി അങ്ങ് ഞാനിപ്പോൾ വറ്റിച്ചെടുക്കുന്നുണ്ട്, ചെറിയൊരു ഒത്തിരി ഒന്ന് കുറുകിയുള്ള രീതിയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള വെള്ളവും വെച്ച്, എന്ന് വെച്ചാൽ ഈ കൊഞ്ചൊന്ന് വേവണം, അതിനുള്ള വെള്ളം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, ചട്ടിയിൽ വെച്ചേക്കുന്നതുകൊണ്ട് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കൊഞ്ചൊക്കെ ഒന്ന് വന്ന് ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഞാനിപ്പം തീ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടെ ഡ്രൈ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക, അത് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കിയിട്ടില്ല, ഒരു റോസ്റ്റ് പോലെ അങ്ങ് ഇച്ചിരി അരപ്പോട് നീരോട് കൂടി തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇന്നലത്തെ കുറച്ച് രസം ഇരിപ്പുണ്ടായിരുന്നേ, അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതൊന്ന് ചൂടാക്കി വെച്ച്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് തോരനൊന്നും വെച്ചിട്ടില്ലേ. ഇപ്പോൾ സമയം ഒരു 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചോറുണ്ണാം. അപ്പോൾ ഇന്നത്തെ ചോറിന് വേണ്ടി ചാള കറി വെച്ചത്, കൊഞ്ച് റോസ്റ്റ്, പിന്നെ കുറച്ച് രസമുണ്ട്, പിന്നെ രാവിലത്തെ കുറച്ച് പയർ തോരൻ വെച്ചതുണ്ടായിരുന്നേ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ ചോറിനട്ടെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.